ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണം പോസ്റ്റർ ചെയ്യുന്ന ഒരു വീഡിയോ. അതേപോലത്തെ ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഡൗൺലോഡ് ആക്കുക. ആ പാക്കൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് അതിൻ്റെ ഓരോ PNG സാധനം എടുത്തു വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഇതിൽ വയ്ക്കാം. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ വേറൊരു മോഡലിൽ എനിക്ക് ചെയ്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കിൽ ഉള്ള കുറച്ച് PNG സാധനം വെച്ചിട്ട് നമ്മൾ അടുത്തൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ലൈഫ് സ്റ്റൈൽ വ്ലോഗും എഡിറ്റിംഗ് ടെക് വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതോടൊപ്പം തന്നെ അഭിപ്രായം കമൻ്റ് ആയിട്ടും അറിയിക്കുക. ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്യാനായിട്ട് മലയാളം ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അതിൽ നിന്ന് ചൂസ് ഗാലറി അല്ലെങ്കിൽ ചൂസ് ഫോട്ടോസ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ ഈ ഒരു സെയിം ഫോട്ടോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യേണ്ട കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം കോളേജിൻ്റെ പേരാണ് ആദ്യമേ അടിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഏത് സൈസ് വേണമെന്നെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റും. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമനുസരിച്ചുള്ള ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫോണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാനായിട്ട് പോണേ. അപ്പോൾ അതിൽ ചേരുന്നത് നോക്കിയിട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൽ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടും ഉണ്ട്. കോളേജിൻ്റെ പേരിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. അതിൻ്റെ താഴെ തന്നെ ആയിട്ട് പ്രസൻസ് എന്നും പറഞ്ഞ് പിന്നീട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതും കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മുകളിലൊക്കെ എഴുതുന്ന കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയായിട്ട് പേര് ടൈപ്പ് ചെയ്യണം. അതായത് ഞാൻ ഇപ്പം സ്മാർട്ട് ഓണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിലാണ്. അപ്പോൾ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ വേറൊരു ഫോണ്ടാണ് ഇവിടെ എടുക്കാനായിട്ട് പോണേ. അപ്പോൾ ഞാൻ ഫോണ്ടിൽ കയറിയിട്ട് അതിൻ്റെ ഒരു മോഡലിൽ വരുന്ന ഒരു ചെറിയൊരു ഫോണ്ട് എടുക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് ഓണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അടിക്കുന്നത്. അല്ലാതെ മലയാളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ മലയാളം ഓപ്ഷനുണ്ട്, അത് നമുക്ക് എടുക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്മാർട്ട് ഓണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഫോണ്ട് എടുത്തതിന് ശേഷം ഒന്ന് ചരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ കളറും എല്ലാം ചേഞ്ച് ചെയ്യണം. അതിൻ്റെ താഴെ സ്മാർട്ടിൻ്റെ താഴെ ഒരു ഓണം കൂടെ കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഒന്ന് ചരിച്ച് വയ്ക്കുമ്പം നമുക്കത് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ കളറിൽ നമ്മളൊരു പാറ്റേൺ രൂപത്തിലാണ് സെറ്റ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ പാറ്റേൺ നമുക്ക് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ
ടെസ്റ്റിൽ തന്നെ നമുക്ക് സ്ട്രോക്കിൻ്റെ അവിടെ ആയിട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കളറല്ല, അല്ലാതെ ഓരോ പൂക്കളുടെയും ഒക്കെ ഒരു എഫക്റ്റ് ഇട്ടിരുന്ന നമുക്ക് കളർ നമുക്ക് എടുക്കാം. അത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ താഴെ ഒരു ഓണം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഇതേ സെയിം മോഡലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരുപാട് ഫോണ്ടും ഓരോ കളർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മോഡൽ എടുക്കാം. അതോടൊപ്പം തന്നെ ഓണവും നമ്മളൊന്ന് ചരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നിങ്ങൾക്ക് ഇതേ സെയിം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ചെയ്യുക. ഇതേ ചാനലിലുള്ള പേര് തന്നെയാണ്, വിശാൽ ടോക്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത അക്കൗണ്ട് കിട്ടും. അതിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി, ഫോളോ ചെയ്തിട്ട്. പിന്നെ ഏറ്റവും താഴെ നമുക്ക് ഡേറ്റും ഒക്കെ വയ്ക്കേണ്ടതുണ്ട്, വേണമെങ്കിൽ ടൈമും വയ്ക്കാം. അത് ഏറ്റവും താഴെയായിട്ട് കുറച്ച് സ്പേസ് നമുക്ക് ബാലൻസ് കിടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ വയ്ക്കാം. അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും സ്റ്റിക്കർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അതോടൊപ്പം ഈ മാവേലിയിരിക്കുന്നതിൻ്റെ ടോപ്പിലായിട്ട് ഒരുപാട് ബ്ലാങ്ക് ഉണ്ട്, അപ്പോൾ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റിക്കറോ അല്ലാതെ വേറെ ഏതെങ്കിലും എഫക്ട്സോ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഫോണ്ടൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ട്, അപ്പോൾ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ആക്കാം, അതോടൊപ്പം തന്നെ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മലയാളം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ഇൻബോക്സിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ മലയാളം എങ്ങനെയാണ് എടുക്കണതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതും ഒന്നും കൂടെ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാവേലിയിൽ അങ്ങോട്ട് കുറച്ച് ബ്ലാങ്ക് കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് അതിനൊക്കെ ഇതേപോലെ താഴോട്ടാക്കാം. ഞാനിപ്പം താഴോട്ടാക്കുന്നില്ല, കാരണം അവിടെ ഒരു ചെറിയൊരു വൃത്തികേടുണ്ട്. അവിടെ ഫുള്ള് ബ്ലാക്ക് ചെറുതായിട്ട് ഒരു ലൈറ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്കത് ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പൊക്കി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ച് ബ്ലാക്ക് നമുക്ക് ആഡ് ചെയ്യാം. ബ്ലാക്ക് ഒരു ഷെയ്ഡ് കൊടുത്താൽ അവിടെ അടിപൊളിയായിട്ട് കിട്ടും. ഇതേപോലെയുള്ള പോസ്റ്റർ മേക്കിംഗ് വീഡിയോ അല്ലാതെ നമ്മുടെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ. അത് മലയാളം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് കുറച്ച് ആയിരുന്നു ആ ഒരു വീഡിയോ. പിന്നെ ഇതേപോലുള്ള സ്പേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാതെ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്റ്റിക്കർ എഫക്ട്സ് നമുക്ക് കിട്ടും. അപ്പോൾ നെറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കുറച്ച് PNG സാധനം നമുക്ക് അതിൽ കിട്ടും. ഓണത്തിൻ്റെയും അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണ, അതോടൊപ്പം തന്നെ ഈസ്റ്റർ, ക്രിസ്മസ്, അങ്ങനെ എല്ലാ പരിപാടിയുള്ളതും നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ സാധനം ഡൗൺലോഡ് ആക്കുക, യൂസ് ആക്കുക. ഇപ്പം ഞാൻ ഓണത്തിൻ്റെ മാത്രം ഡൗൺലോഡ് ആക്കി കാണിച്ചു തരികയാണ്. അതിലും ഒരുപാട് സ്റ്റിക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അത്ര വലിയ എഫക്ട്സ് ഒന്നും അല്ല, ചെറിയ ചെറിയ സാധനങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു പോസ്റ്റർ എന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ യൂസ് ആക്കി ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ഐഡിയാസ് ആണ് കാണിച്ചു തരുന്നത്. ഇന്ന് കാണിച്ചത് ഇംഗ്ലീഷിലുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഫോട്ടോ എഡിറ്റിംഗ്, അതായത് ഓണത്തിന് പോസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള പോസ്റ്റർ മേക്കിംഗ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞൊരു വീഡിയോ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കാണാം. അതിലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളേജും സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതേപോലെ ഈ ടെംപ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതോടൊപ്പം ഈ പാക്കൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസയും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേറെ ഒരു 50 രൂപ 100 രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക് വീഡിയോ, ലൈഫ് സ്റ്റൈൽ വ്ലോഗ് വീഡിയോ, എഡിറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന ഉറപ്പായിട്ടും ഉപയോഗപ്പെടുന്ന ചാനൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരിക്കലും
വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.